പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവയുടെ ആക്കിയ വിധത്തെ ഓർത്ത് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ ഗ്രൂപ്പ് ഫേസ്ബുക്ക് ലൈവിൽ ഒരിക്കൽ കൂടി കടന്നു വരാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിക്കുവാനും കർത്താവ് ഒരുക്കിയ വലിയ കൃപയോർത്ത് സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം സ്തുതി. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് ഉദയകാലം ശ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ ഗ്രൂപ്പ് ഫൗണ്ടർ ചെയർപേഴ്സൺ ആയിരിക്കുന്ന തോമസ് ചെറിയാൻ അങ്കിൾ, ആൻറ്റി ആൻഡ് ഫാമിലി, അതുപോലെ ഇതിൻ്റെ മറ്റ് എല്ലാ ഭാരവാഹികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇങ്ങനെ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കൂടുതൽ കർത്താവിന് നന്ദി കരയറ്റുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം കരുതുന്നവനാണ്. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ അതിശക്തമാണ്. ദൈവത്തിൻ്റെ കരുതലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയതാണ്. നമുക്ക് വേണ്ടി ആ കാൽവരി കുരിശിൽ തൻ്റെ സ്വപുത്രനെ നമുക്ക് തകർക്കപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് ജീവൻ നൽകുവാനായിട്ട് തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും വിലയേറിയത് കർത്താവിൻ്റെ ആ പരിശുദ്ധമായ കരുതൽ. നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ആവശ്യമെന്നോ ഇനി ഉദയകാലം നമുക്ക് എന്താണ് വേണ്ടതെന്ന് കർത്താവിന് അറിയാം. നമുക്ക് വലിയവനായ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു, പത്രോസിന് വേണ്ടി ശ്രേഷ്ഠമായൊരു കരുതൽ കർത്താവ് അവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ജീവിതത്തിൽ തനക്ക് കരം കൊടുക്കുവാൻ പണമില്ലാതിരുന്ന സമയത്ത് പത്രോസിന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ അതിശ്രേഷ്ഠമായിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് ദൂത് കൈമാറിയ ദൈവം പത്രോസിന്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വരുന്നത് കണ്ടപ്പോൾ, ചില പിന്മാറ്റങ്ങൾ കണ്ടപ്പോൾ അവനു വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് പരിശുദ്ധാത്മാവ് അഭിഷേകം എന്ന ശ്രേഷ്ഠമായ കരുതൽ പത്രോസിന് നൽകിയവനാണ് കർത്താവ്. ഇന്ന് രാവിലെ ഈ നല്ല സമയം കർത്താവ് നമുക്ക് കരുതി അനുഗ്രഹിച്ച ഒരു സമയമാണ്. കർത്താവിൻ്റെ വലിയതായ കരുതലോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യം എന്തെന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. നമുക്കിനി പകൽ സമയം എന്താണ് ആവശ്യങ്ങൾ ഉള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ കാലുകളെ മാൻപേടകളുടെ കാലുകളെ പോലെ വേഗതയും ശക്തിയും ഉള്ളതായി തീർക്കുവാൻ പോവുകയാണ്. ഇന്ന് ഉദയകാലം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുമ്പോൾ നമ്മുടെ സകല ആവശ്യങ്ങളും യേശു അറിയുന്നു. യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു. 4 മുള്ളുകളെ കുറിച്ച് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്.
അതിൽ ഒന്നാണ് ഈ ലോകത്തിലെ ചിന്തകൾ. ഹല്ലേലൂയ. മുള്ളുകൾ വചനത്തെ ഞെരുക്കി അതിനെ നിഷ്ഫലമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വചനത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ സാധാരണമായ എന്തൊക്കെയോ വെളിപ്പെടുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഉദയകാലം കർത്താവ് ഈ വചനം അയച്ച് ഈ നല്ല സമയം ഒരുക്കി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു കരുതൽ ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവര്, വചനം നമ്മളുടെ കൂടെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയം എന്നാൽ സാഹചര്യങ്ങളുടെ നടുവിൽ ഈ ലോകത്തിൽ ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ പ്രതിസന്ധികൾ, പ്രതികൂല അവസ്ഥകൾ, ഓരോ കാര്യങ്ങളിലും നമുക്ക് നേരിടാവുന്ന അപകടങ്ങൾ എല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മളെ കരുതി വെച്ച് ഇനി ഉദയകാലം നമുക്ക് വേണ്ടി വലിയവനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ചിന്തകളെ തുടച്ചു മാറ്റി നമുക്ക് വചനത്താൽ ഇന്ന് ഉദയകാലം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആകുലതകൾ നമുക്ക് എല്ലാം മാറ്റി നമ്മുടെ വചനത്തെ നമുക്കിന്ന് സ്വാധീനിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം കരുതുന്നവനാണ്, തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരുതലിലൂടെ ദൈവത്തിന്റെ ഓരോ വചനങ്ങളിലൂടെ ഓരോ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇന്ന് ഉദയകാലം നമുക്ക് വചനത്തെ മുറുകെ പിടിക്കാം. നമുക്ക് നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ ചിന്തകളെ, നമ്മുടെ പ്രശ്നങ്ങളെ അല്പസമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. അതിനായിട്ട് നമ്മുടെ വചനത്തെ ധ്യാനിക്കുവാനായിട്ട് നമ്മുടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ജനം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടവുകളിൽ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവൻ പടകിലിരുന്നു ജനത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഉദയകാലം ഈ നല്ലൊരു വചനത്തെ നൽകി കർത്താവെ അടിയങ്ങളെ കരുതുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ഈ വചനത്തിലൂടെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ അറിവും എല്ലാ അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വചനം സമർപ്പിക്കുന്നപ്പാ എന്നോടും കൂടി ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നു, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ജനം തിക്കിത്തിരക്കി ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിയെന്നാണ്. യേശുവിൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, വചനം ശ്രവിക്കുവാൻ ജനം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തിക്കിത്തിരക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വാധീനം എന്തുമാത്രമാണുള്ളത്. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മളെ ഓർത്ത് നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം സമയം ചിലവഴിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാൻ, അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ
തിക്കിത്തിരക്കുള്ളവരാണോ, നമ്മൾ ആകാംക്ഷയുള്ളവരാണോ, നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ വചനത്തെ കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ അവിടെ കാണുന്നത് 2 പടക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവയിൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അവിടെ കഴുകുന്ന ഒരു അവസ്ഥ, വല കഴുകുകയായിരുന്നു. അവിടെ ശുദ്ധീകരണത്തിൻ്റെ ഒരവസ്ഥ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ പടക് അതിൽ നിന്ന് മീൻപിടുത്തക്കാർ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിലുണ്ടായിരുന്ന മീൻപിടുത്തക്കാർ അവിടെ വല കഴുകുകയായിരുന്നു. അവരുടെ വല കഴുകുകയായിരുന്നു പറഞ്ഞാൽ അവരുടെ വർക്ക്, അവരുടെ ജോലി, അന്നത്തെ അവരുടെ പ്രയത്നം എല്ലാം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അവരവിടെ വല കഴുകുകയായിരുന്നു. ആ പടകുകൾ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് ആവശ്യപ്പെട്ടു. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഷീമോൻ പത്രോസിനോട് കർത്താവ് പറയുന്നത്, കർത്താവ് ഷീമോന്റെ പടകിൽ കയറിയതിന് ശേഷം ഒരു വാക്കാണ് അവിടെ പറയുന്നത്. കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നമ്മൾ എന്തുമാത്രം തിക്കിത്തിരക്കുള്ളവർ ആണ് എന്നാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു ഇവിടെ, ഈ പടക് അവൻ കയറി അല്പം നീക്കണം എന്നാണ് കർത്താവ് ഇവിടെ അവനോട് ആവശ്യപ്പെട്ടത്. അല്പം നീക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെയാണ് ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സ്ട്രക്കായിട്ടങ്ങ് നിന്നു പോകും, അല്ലേ? എന്നാൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ചില കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നു, അങ്ങനെ അവൻ പടകിലിരുന്നു ജനത്തെ ഉപദേശിച്ച് തിരിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞപ്പോൾ അവൻ അത് കേട്ട്, അവൻ അത് അനുസരിച്ച്. അങ്ങനെ ഒരു അനുസരണമുള്ളവരാണോ നമ്മുടെ ജീവിതത്തിൽ? കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, കർത്താവിനോട് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ തക്കോണം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ ഒരുക്കമുള്ളവരാണോ എന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമാണ്. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ അല്പം ഒന്ന് മാറണം, ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരണം, ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്നാണ് ഇവിടെ നമ്മുടെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യേശു കർത്താവ് എന്നാൽ പറയുന്നത്, അനുസരിക്കുവാൻ കഴിയാത്ത വിധം തൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പത്രോസ് പറയുന്നത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്ക് അനുസരിച്ച് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിമോൻ പത്രോസ് ഇവിടെ പറയുന്നു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. തൻ്റെ ജീവിതത്തിൽ പലവിധമായ അധ്വാനമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ അധ്വാനിക്കുന്നവരാണ്. അലഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ അലയുന്നവരാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടതകൾ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. ഇവിടെ പത്രോസ് പറയുന്നത്, രാത്രി മുഴുവൻ, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ രാത്രി മുഴുവൻ, നമുക്കിപ്പോഴുള്ള നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ചിട്ടും നമ്മൾ പ്രയത്നിച്ചിട്ടും നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പത്രോസ് പറയുന്നത്. അതാ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ്, നമ്മൾ എക്സ്ക്യൂസ് പറയും, അല്ലേ? എനിക്ക് കഷ്ടപ്പാടാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയാസങ്ങളാണ്, എനിക്ക് ബുദ്ധിമുട്ടുകളാണ്, ഞാൻ എത്ര ഓടി, എൻ്റെ ജീവിതത്തിൽ എത്ര പ്രയത്നിച്ചു, എത്ര കഷ്ടപ്പെട്ടു,
നമുക്കിങ്ങനെ പല എക്സ്ക്യൂസുകൾ പറയുവാൻ കാണും അല്ലെ. ഇതാ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല. ഞാൻ ഒത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അലഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വരെയും. പക്ഷെ എനിക്ക് ഒന്നും നേടുവാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നമ്മൾ തിക്കിത്തിരക്കി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നവരാണോ? കർത്താവിലൂടെ പറയുന്നു, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. അവൻ്റെ വാക്ക് കേട്ട് ഒരു നിമിഷം അനുസരിച്ചാൽ, അവൻ്റെ വചനത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവൻ്റെ വചനത്തിലൂടെ നമ്മൾ ജീവിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുന്നത് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. കർത്താവെ, ഉയർച്ചയുടെ പടവുകൾ കർത്താവ് നമുക്ക് അത് നൽകി അനുഗ്രഹിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചവരാണ് അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. എങ്കിലും നമുക്കൊന്നും നേടുവാൻ സാധിച്ചില്ല. ഇന്നുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ വാക്ക് കേട്ടവരാണ്. കർത്താവ് നമുക്ക് കരുതുന്ന ദൈവമാണ്. അത് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഈ പകൽക്കാലം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വളരെ സന്തോഷത്തിൽ അവർക്ക് അനുഗ്രഹിതമായ ജീവിതമാണ് നാഥ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് ഒന്നും ലഭിച്ചില്ല, എനിക്ക് ഉയരുവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. എന്നാൽ ശീമോൻ പത്രോസ് ഒക്കെ അതിൻ്റെ ഒരു പ്രതിനിധിയാണ്. നമുക്ക് ഈ ഒരു വചന ഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഈ ശീമോൻ പത്രോസിൻ്റെ ഈ കഥ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതിനിധിയായിട്ട് ഉൾപ്പെടുത്തിയെടുക്കാൻ പറ്റും. രാത്രി മുഴുവൻ അധ്വാനിച്ചു ലഭിച്ചില്ല, പലപ്പോഴും നിരാശയുടെ വക്കിൽ നമ്മൾ വരും. തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ചില നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ നമ്മൾ തയ്യാറാണോ? കർത്താവിനെ ശ്രദ്ധിക്കുവാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുതൽ കാണുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ശീമോൻ പത്രോസ് പറയുന്നത്, കർത്താവേ നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും ലഭിച്ചില്ല. ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളിലൂടെ, ഈ ലോക ജീവിതത്തിലെ വാക്കുകളിലൂടെ, ഈ ലോക ജീവിതത്തിലെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ, കർത്താവിനെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിൽ ഈ നിമിഷം, ഇന്ന് ഉദയകാല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ്, നമുക്ക് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഉയർച്ചയുടെ നിമിഷങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് ഈ നിമിഷം മുതൽ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ മാറാത്തവനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നരയോളം ഞാൻ ചുമക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം നൽകിയവനായ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ഒരു നാളും നമ്മളെ തള്ളിക്കളയില്ല, ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്ക് പറഞ്ഞവൻ വലിയവനാണ്. നിന്റെ വലയെ ഞാൻ നിറയ്ക്കാം എന്ന് പറഞ്ഞവനാണ്. വിശ്വസിക്കുന്നുണ്ടോ? അല്പസമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ട് കർത്താവിൻ്റെ വചനത്തെ ഒന്ന് ആഴത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി വന്നവരാണ്. കർത്താവിൻ്റെ കരുതൽ കാണുവാൻ, കർത്താവിൻ്റെ കരുതൽ ലഭിക്കുവാൻ നമ്മൾ ഒന്ന് ആഴത്തിലേക്ക് അവൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് ഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നമ്മൾ തയ്യാറുള്ളവരാണോ? അവൻ്റെ വചനത്തെ ശ്രദ്ധിച്ച് അവൻ്റെ വചനത്തിലൂടെ അനേകർക്ക് വേണ്ടി അത് നൽകുവാൻ നമ്മൾ തയ്യാറുള്ളവരാണോ? ശീമോൻ പത്രോസിന്റെ പടകിൽ യേശു വന്നെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കർത്താവ് കടന്നു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ മക്കളായി വീണ്ടെടുത്തിട്ടെങ്കിൽ കർത്താവ് ഇന്ന് നമ്മുടെ പടകിൽ, നമ്മുടെ ജീവിതത്തിന്റെ പടകിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ പടകിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പടകിൽ, നമ്മുടെ ഓരോ വിഷയങ്ങളുടെ പടകിൽ കർത്താവ് കടന്നു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഉദയകാലം കർത്താവിന്റെ തിരുസന്നിധി നമുക്ക് അനുഭവിക്കാൻ അവൻ കരുതി വെച്ചിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കരുതലുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ശീമോൻ പത്രോസ് പറയുന്നത്, കർത്താവേ ഞാൻ പാപിയാണ്. ഹല്ലേലൂയ. യേശുവേ, നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മൾ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടെടുത്തവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ആർക്കും വേണ്ടാത്ത, നമ്മളെ ആരും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണോ ഇന്ന് നമ്മുടെ
നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ വിശ്വസിക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നമ്മളെ ശോധന ചെയ്ത് നമ്മുടെ കർത്താവിനെ ഒന്ന് വിശ്വസിക്കുക, അവൻ്റെ വചനത്തെ ഒന്ന് ശ്രവിക്കുക, അവൻ്റെ വചനത്തെ ആഴങ്ങളിലേക്ക് എന്ന് ഇറക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയുവാൻ, നമ്മൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകളെ അവൻ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അപമാനിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം? അതെല്ലാം കർത്താവ് ഇന്ന് പകൽ സമയം എടുത്തു മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വാക്ക് ഒന്ന് കേൾക്കുക, ആഴത്തിലേക്ക് ഇറങ്ങി വല വീശുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമെന്ന പടകിലേക്ക് കർത്താവ് കടന്നു വന്ന് ഈ നിമിഷം നമ്മുടെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ പോവുകയാണ്. എൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഇനി ഉദയകാലം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യം നമുക്ക് വേണ്ടി കരുതുവാൻ പോവുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന പടക്കിലേക്ക് കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രയാസങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണോ? നമ്മൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കലിൽ ഡോക്ടേഴ്സ് ഇത് മാറത്തില്ലാത്ത ഒരു രോഗമാണ്, ഇതിനൊരിക്കലും മരുന്നില്ല, ഇതിനൊരിക്കലും മെഡിസിൻ ഇല്ല, നിങ്ങൾ ഇത് ജീവിതാന്ത കാലം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കണം, ഇതൊരു രോഗം, നിങ്ങൾ എത്രയും കാലം മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത്രയും ഉപയോഗിക്കണം, നിങ്ങൾ രോഗിയാണ് എന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഇന്ന് ഉദയകാലം കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളല്ല, ദുരിതങ്ങൾ, പ്രൈസ് ദി ലോർഡ്, രോഗങ്ങൾ ഇന്നീ സമയം കർത്താവ് എടുത്തു മാറ്റുവാൻ പോകണം. അവൻ്റെ പടകിലെ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ പടകിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ രോഗങ്ങളിലേക്ക് കർത്താവ് എത്തിയിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ സമയം, ഇന്ന് ഉദയ സമയം നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അവനറിയാം. അവൻ കരുതിയിരിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി ഒരു കരുതലുള്ള ദൈവമാണ്. നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്ത ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ രോഗാവസ്ഥ, നമ്മുടെ ദുഃഖം ഈ സമയം കർത്താവ് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. അവിടുന്ന് എല്ലാം തരുവാൻ നമുക്ക് റെഡിയായിരിക്കുകയാണ്. നമുക്കിതെല്ലാം ഇന്ന് ലഭിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആഴത്തിലേക്ക് നോക്കി ഒന്ന് വലയിടുക. പ്രൈസ് ദി ലോർഡ്. മുകളിൽ വല വീശിയാൽ നമുക്കവിടെ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആഴത്തിൽ വലയിറക്കുമ്പോൾ വല പൊട്ടുമാർ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ സമയം ആഴത്തിലേക്ക് വലയിറക്കി കർത്താവിൻ്റെ അനുഗ്രഹം വല പൊട്ടുമാർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർത്തുവാൻ പറ്റാത്തവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയതായ അനുഗ്രഹം നൽകി കർത്താവ് നമ്മളെ വലിയ സ്ഥാനത്തേക്ക് ഉന്നത മാനങ്ങൾ നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമ്മുടെ രോഗാവസ്ഥ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. നമ്മുടെ കടബാധ്യതകൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. നമ്മുടെ പടകിലേക്ക് ഇന്നീ സമയം കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഇരിക്കുന്ന അവസ്ഥകളെ വിട്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അവസ്ഥകളെ നമ്മളൊന്ന് വിട്ടണം, ഒന്ന് മാറണം, നമ്മളൊന്ന് ചലിക്കുവാൻ തയ്യാറുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവയിൽ നിന്ന് അവനെ തിക്കിത്തിരിക്കൊണ്ട് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകിയായിരുന്നു. ആ പടകിൽ ശീമോനുള്ളതായിരുന്നില്ല. അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ശിവൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നീ വല, നിന്റെ പടക് അല്പം നീക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ പടക് ഒന്ന് അല്പം നീക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഈ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് മാറ്റണം. കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഒന്ന് മാറണം. മുകളിൽ അല്ലെങ്കിൽ ഒരു കരക്കിരുന്ന് പ്രൈസ് ദി ലോർഡ് കർത്താവെ വല വീശുന്നവരായിരിക്കരുത്. നമ്മൾക്കൊരു ചലനം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ചലിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് നീങ്ങുമ്പോൾ, നമ്മൾ ആഴത്തിലേക്ക് വല വീശുമ്പോൾ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഉപരിയായുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ സ്ട്രക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണോ? അവിടെ നമ്മളൊന്ന് മാറ്റുവാൻ നമുക്ക് സാധ്യമാണോ? അപ്പോൾ നമ്മളൊന്ന് മാറുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹാലേലുയ. നാം ഇരിക്കുന്ന അവസ്ഥകളെ വിട്ട് യേശുവിന് വേണ്ടി യേശു പറഞ്ഞ വാക്കുകളെ ഒന്ന് കേട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് വചനത്തെ നമ്മൾ പഠിച്ച് കർത്താവിന് വേണ്ടി അവന് വേണ്ടി വേല ചെയ്യുവാൻ അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കരുതൽ എത്രയോ വലുതായിരിക്കും. അവൻ നമുക്ക് വേണ്ടി വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ചൊരിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതം കാണുവാൻ, കർത്താവിൻ്റെ അതിശയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഉദയകാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കടന്നു വന്ന് എൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന, കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഇന്ന് ഈ സമയം കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ സന്നിധി അനുഗ്രഹത്തിൻ്റെ ഒരു സന്നിധിയാണ്. കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. ശിമോൻ പത്രോസിനോട് പറഞ്ഞ വാക്ക്, നീ ഒന്ന് അല്പം മാറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ ഒന്ന് വല വീശ്, ആഴത്തിലേക്ക് നീ ഒന്ന് വല വീശു. എൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് ആഴത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരുവിൻ. ആഴത്തിലേക്ക് എന്നെ ഒന്ന് പഠിക്കുവിൻ. ആഴത്തിലേക്ക് എൻ്റെ വചനത്തെ ഒന്ന് കേൾക്കുവിൻ. ആഴത്തിലേക്ക് എൻ്റെ വചനത്തെ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായി, നമ്മൾ നനയ്ക്കുന്നതിലും ഉപരിയായി, നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് അല്പം ചലിച്ചാൽ, അല്പം ഒന്ന് മാറ്റിയാൽ, നമ്മുടെ പടവൊന്നു അല്പം നീക്കിയാൽ, കർത്താവിൻ്റെ സാന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നിലവുകളിൽ ഉപരിയായി കർത്താവ് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സമയം കർത്താവ് നമുക്ക് നൽകിയ കരുതലിനെ ഓർത്ത് ഇനി ഉദയകാലം എത്രയോ അനേകായിരങ്ങൾ ഇത്രയോ ഒരു നല്ല സമയത്തെ ലഭിക്കാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ്റെ വചനത്തെ അവൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ കർത്താവെ സമയം ലഭിക്കാതെ കടന്നുപോയ അവസ്ഥകൾ, രോഗികളായ ഹോസ്പിറ്റലിലുള്ള അവസ്ഥകൾ, അതുപോലെ തന്നെ എത്രയോ അവരുടെ അവസ്ഥകളിൽ നിന്നാൽ എത്രയോ വ്യത്യസ്തരാണ് നമ്മൾ. കർത്താവ് നമ്മളെ, ഹല്ലേലൂയ, തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വിലപ്പെട്ടവരായി മാന്യതയുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവൻ്റെ മക്കളായി നമ്മളെ കരുതിയിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വളരെയധികം ശക്തിയായി, ഹല്ലേലൂയ, അവൻ്റെ വാക്കുകളെ ശ്രവിക്കുന്നവരാണ് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും. ഹല്ലേലൂയ. ഇനിയും കർത്താവിൻ്റെ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ, അവൻ്റെ സന്നിധിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ഇന്ന് ഈ പകൽ സമയം കർത്താവ് നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് ഉദയകാലം നമ്മൾ ഇന്ന് മുഖാമുഖം കാണുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥകൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇനി പകൽ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആഴത്തിലേക്ക് ഇന്ന് ഇറങ്ങി വരാം. വചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരാം. വല കീറുമാർ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർത്തുവാൻ കഴിയാത്ത വിധം അനുഗ്രഹം. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഇന്നീ ഉദയകാലം നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മറ്റുള്ളവരിലേക്ക് നമുക്ക് കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ ശക്തിയേറിയ ആത്മാവിനെ പകരുവാൻ നമ്മൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഉദയകാലം പ്രാർത്ഥിക്കാം. യേശു കർത്താവ് നമ്മുടെ പടകിലേക്ക് ഇന്ന് ഉദയകാലം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് അവൻ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് കരുതി വെച്ചിരിക്കുന്നത് അത് കാണുവാനുള്ള, ഹല്ലേലൂയ, വചനത്തെ ഇന്ന് ഈ പകൽ സമയം കർത്താവ് നമുക്ക് അയച്ചിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും, നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കരയിലല്ലാതെ, അന്ന് ഒരുപക്ഷെ ആ പടക് കരയിലായിരിക്കും നിന്നിരുന്നത്, കരയോടടുത്ത ആ സ്ഥലങ്ങളിലായിരിക്കും, ആഴമില്ലാത്ത സ്ഥലത്തായിരിക്കും ആ പടക് നിന്നിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ അല്പം നീക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ആഴത്തിലേക്കൊന്ന് പോകണം, നീ ആഴത്തിലേക്ക് കുറച്ചുകൂടി നീ വരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് നീ വല വീശു, നീ ആഴത്തിലേക്ക് വല വീശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം. ഇന്ന് ഈ പടകിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്ന് നമുക്ക് പടകൊന്ന് അല്പം നീക്കി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചുകൂടി വിലയേറിയ സമയത്തെ കർത്താവിന് വേണ്ടി നൽകുവാൻ, കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്നു വരിക. ആഴത്തിലേക്ക് പോയി എന്ന് വല വീശുക. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയതായ അനുഗ്രഹങ്ങൾ ചൊരിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ സമയം കർത്താവെ, ഹല്ലേലൂയ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെല്ലാം കരുതലും കർത്താവ് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പകൽ സമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ കർത്താവെ നിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വലിയൊരു അനുഗ്രഹങ്ങൾ, ഞാൻ വലിയതായ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പ നിന്റെ വചനത്തെ ആത്മാവിലൂടെ കർത്താവെ നിന്നെ സ്തുതിക്കുവാനും വചനത്തെ ശുശ്രൂഷിക്കുവാനും ഞാൻ ഒരുക്കപ്പെടാൻ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ശിമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞ പോലെ ഞാൻ കർത്താവ് എൻ്റെ പാറമേൽ ഞാൻ നിന്റെ വീട് പണി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഒരു അനുഗ്രഹം ശിമോൻ പത്രോസിനെ കർത്താവ് വലിയൊരു അഭിഷിക്തനായിട്ട് വലിയൊരു അഭിഷേകം ആയിട്ട് അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹം, വലിയതായ ഒരു അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇന്ന് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരുന്ന ഈ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ഈ സമയം നമുക്ക് നൽകിയതിനെ ഓർത്ത് സ്തുതിക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ വചനത്തെ ഈ സമയം അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവമേ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഉദയകാലത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, സ്നേഹവാനായിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് ഉദയകാലം കർത്താവേ നിന്റെ സന്നിധിയിൽ അല്പസമയം ഫേസ്ബുക്ക് ലൈവിലൂടെ ഹല്ലേലൂയ നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ കർത്താവെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നീ പകൽ സമയം കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറയണമേ. കർത്താവ് വലിയതായ ഒരു കരുതൽ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നീ സമയം ഹല്ലേലൂയ, ഇന്നീ പകൽക്കാലം കർത്താവിന് വേണ്ടി കർത്താവരുടെ ജീവിതത്തെ ഒന്ന് വ്യതിചലിപ്പിക്കുവാൻ, ഹല്ലേലൂയ, പടകൊന്ന് അല്പം നീക്കുവാൻ, ഹല്ലേലൂയ, അടിങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അടിങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആഴങ്ങളിലേക്ക് വല വീശുവാൻ, ആഴങ്ങളിലേക്ക് നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ ഇനി പകൽ സമയം പ്രിയപ്പെട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇതിനെ ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാണ് അവരുടെ ജീവിതത്തിലെ കരുതലും കാവലും കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പോലെ അടിയങ്ങളെയും ഒരു അഭിഷേകത്തിന്റെ ഹല്ലേലൂയ ഒരു അനുഗ്രഹത്തിന്റെ ഭക്തകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രൈസ് ദി ലോർഡ്. ഈ സമയം നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ച് ശക്തിച്ച് ബലപ്പെടുത്തി ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് അങ്കിൾ ആൻറ്റി ആൻഡ് ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട എല്ലാ ദേവദാസിദാസന്മാരെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പച്ച ഒരു കരുതൽ, ഹല്ലേലൂയ, നീ കൂടെ ഇരുന്ന് നൽകണമേ. അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കൂടുതലായി ആഴങ്ങളിലേക്ക് ഇറങ്ങി കർത്താവ് ഇനിയും വലിയതായ ഹല്ലേലൂയ വല നിറയുമാറും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്നും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്നും ഈ വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, ഈ സമയം അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ വാക്കുകൾ കേട്ട് കർത്താവെ അനുഗ്രഹമുള്ളവരായി തീർന്നു എന്ന് കേൾക്കുവാൻ തക്കണം അടിയനെയും ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പ ചൈത്ര സമയം കൂടി എന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.